അങ്ങനെ ചെമ്പുക്കാവ് ഭഗവതിയുടെ തിടമ്പേറ്റി ആ തലയെടുപ്പിന്റെ രാജാവ് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ വടക്കുംനാഥനിലേക്ക്. ഏതോ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ വടക്കുംനാഥനിലേക്ക് എത്തുന്നു. പൂരവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങുകളിലൊന്നാണ് ഇപ്പോൾ വടക്കുംനാഥനിലേക്ക് പ്രവേശിക്കുന്ന ചെമ്പുക്കാവിലമ്മ ഭഗവതിയും അതോടൊപ്പം തന്നെ പനമുക്കുംപള്ളി ശാസ്താവും ഒരുമിച്ച് പാറമേക്കാവിനും വടക്കുംനാഥനും മുന്നിൽ വെച്ച് കൂടിക്കാഴ്ച നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങ്, പൂരവുമായി ബന്ധപ്പെട്ട ഒരു ചടങ്ങും ആചാരവുമാണ് നമ്മൾ കാണുന്നത്. ഭഗവതിയും ശാസ്താവും നേർക്കുനേർ നിന്ന് കാണുന്ന ചടങ്ങ് പാറമേക്കാവ് ദേവീക്ഷേത്രത്തിന് മുൻപിൽ വടക്കുംനാഥന്റെ കിഴക്കേ നടക്ക് മുന്നിൽ വെച്ചാണ് ഈ കൂടിക്കാഴ്ച. വർഷത്തിൽ ഒരു തവണ ഇത്തരത്തിൽ പൂരത്തിന് എഴുന്നള്ളുമ്പോൾ ശാസ്താവും ഭഗവതിയും കൂടിക്കാണുന്നു, കൂടിക്കാഴ്ച നടത്തുന്നു, ഉപചാരം ചൊല്ലുന്നു എന്നുള്ളതാണ് ഇവിടത്തേതായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു ദൃശ്യം, കാഴ്ച. പൂരത്തിന്റെ ഘടകപൂരങ്ങളിലെ പ്രധാനപ്പെട്ട ദേവീക്ഷേത്രമാണ് ചെമ്പൂക്കാവ്. അതോടൊപ്പം തന്നെ ശാസ്താക്ഷേത്രമാണ് പനവക്കുംപള്ളി ശാസ്താവ്. അങ്ങനെ ഇരുവരും തമ്മിൽ കൂടിക്കാഴ്ച നടത്തുന്നു. വടക്കുംനാഥൻ മൂകസാക്ഷിയായി കാണുന്നു എന്നുള്ളതാണ് ഈ ഒരു രംഗം, അല്ലെങ്കിൽ ഈ ഒരു കാഴ്ച എന്നുള്ളത്. രണ്ട് ഭാഗത്തു നിന്നുള്ള ഘടകക്ഷേത്രങ്ങളുടെ തട്ടകക്കാരും ഇവിടെ വെച്ച് ഒന്നിച്ച് കണ്ടുമുട്ടുന്നു, ഉപചാരം ചൊല്ലുന്നു എന്നുള്ളതാണ്. ഉപചാരം ചൊല്ലുന്നതിൻ്റെതായിട്ടുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. രണ്ട് ഭാഗത്ത്, ഒരു ഭാഗത്ത് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ തിടമ്പേറ്റി ചെമ്പൂക്കാവിലമ്മയും, മറുഭാഗത്ത് പനമുക്കുംപള്ളി ശാസ്താവിനെ തിടമ്പേറ്റിയുള്ള ഗജവീരന്മാരും. അങ്ങനെ മനോഹരമായ ഒരു പൂരക്കാഴ്ചയാണ്. അതോടൊപ്പം തന്നെ ഇരുഭാഗത്തും മേളം നടക്കുകയാണ്. ആ മേളം നടന്ന് രണ്ട് വഴികളിലൂടെയായി രണ്ടുപേരും വടക്കുംനാഥനുള്ളിലേക്ക് പ്രവേശിക്കുന്നു എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഏതായാലും ചെമ്പൂക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും രാവിലെ 7:30യോടുകൂടിയാണ് അവിടെ നിന്നും പൂരപ്പുറപ്പാട് ആരംഭിച്ചത്. അതിനു മുൻപ് തന്നെ 3 ആനകളോടുകൂടിയുള്ള പൂരപ്പുറപ്പാട് ഈ തൃശ്ശൂർ സ്വരാജ് ഗ്രൗണ്ടിലേക്ക് എത്തിയിട്ടുണ്ട്. പാഞ്ചാരിയും പാണ്ടിമേളവും ഒക്കെ കൊട്ടിച്ചേർന്നാണ് പനമള്ളിക്കാവ് ശാസ്താവും ഇത്തരത്തിലേക്ക് ഇവിടെ എത്തുന്നത്. ഏതായാലും പൂരപ്രേമികളെ സംബന്ധിച്ചുകൊണ്ട് പൂരാവശ്യത്തിനൊട്ടും കുറവില്ല. പൂരത്തിന്റെ പകിട്ടിന് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആഘോഷങ്ങൾ പരിമിതപ്പെടുത്തിയെങ്കിലും പൂരത്തിന്റെ പകിട്ടിനും ചടങ്ങുകൾക്കും ആചാരപരമായിട്ടുള്ള മറ്റ് കാര്യങ്ങൾക്കും ഒന്നും ഒരു കുറവുമില്ല. പൂരപ്രേമികളെ സംബന്ധിച്ചുകൊണ്ട് അവരുടെ ഒരു വരവിന്റെ ഒരുക്കിന്റെ സമയമാണ്. രാവിലെ കണിമംഗലം ശാസ്താവ് വടക്കുംനാഥനെ വന്നു കണ്ട് തൊഴുതി പോയതിനു ശേഷം ഓരോ ക്ഷേത്രങ്ങളിൽ നിന്നായി എഴുന്നള്ളിപ്പുകളും മറ്റും ആരംഭിച്ചിട്ടുണ്ട്. തിരുവമ്പാടിയിൽ നിന്നും മഠത്തിൽ വരവ് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ പൂരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചടങ്ങുകളെല്ലാം ഇതുവരെ ഏറ്റവും ഭംഗിയായി തന്നെ മുന്നോട്ട് പോകുന്നു. വലിയ തിരക്കുകൾ തന്നെയാണ് എല്ലാ ഇടങ്ങളിലുമായി ഉള്ളത് എന്നുള്ള കാര്യം പ്രത്യേകമായി പറയേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയുന്ന കാര്യം. കാരണം ഒരു ദേശത്തിൻ്റെ ആകെ ഉത്സവമാണ് പൂരം. ഓരോ തട്ടകങ്ങളുടെയും ആകെ ഉത്സവമാണ് പൂരം. രാവിലെ 6 മണിയോടുകൂടിയാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യങ്ങളിലുള്ള പനമുക്കുംപള്ളി ശാസ്താവ് ക്ഷേത്രത്തിൽ നിന്നും ഇറങ്ങിയത്. പഞ്ചവാദ്യത്തിൻ്റെ അകമ്പടിയോടുകൂടിയാണ് പനമുക്കുംപള്ളി ശാസ്താവ് വടക്കുംനാഥനിലേക്ക് എത്തുന്നത്. കിഴക്കേ ഗോപുര നടവഴിയാണ് പനമുക്കുംപള്ളി ശാസ്താവും അതോടൊപ്പം തന്നെ ചെമ്പൂക്കാവ് ഭഗവതിയും വടക്കുംനാഥനുള്ളിലേക്ക് പ്രവേശിക്കുന്നത്. പഞ്ചവാദ്യത്തിൻ്റെ അകമ്പടിയാണ്. ഇരു ഭാഗങ്ങളിൽ നിന്നും പഞ്ചവാദ്യം കൊട്ടിക്കയറുന്ന ആ മേളപ്രേമികളെ സംബന്ധിച്ചുകൊണ്ട് അതൊരു അസുലഭമായ മുഹൂർത്തം തന്നെയാണ്. പൂരത്തിൻ്റെ മേളത്തിൽ ഇതല്ല പ്രധാനമെങ്കിലും ഓരോ മേളവും പൂരപ്രേമികളെ സംബന്ധിച്ചുകൊണ്ട് അതിന് ഇമ്പം പകരുന്ന അനുഭവമാണ്. അവർ കാത്തിരുന്ന് ഒരു വർഷത്തോളം കാത്തിരുന്ന് ഒരു കാത്തിരിപ്പിനൊടുവിലാണ് ഇത്തരത്തിൽ മേളവും അല്ലെങ്കിൽ ആനച്ചന്തവും ഒക്കെ കാണാനുള്ള അവസരം എന്നുള്ളതാണ് എടുത്തു പറയേണ്ടതായിട്ടുള്ള കാര്യം. ഏതായാലും ചെമ്പൂക്കാവ് ശാസ്താവും പനമുക്കുംപള്ളി ശാസ്താവും ചെമ്പൂക്കാവ് ഭഗവതിയും തമ്മിൽ നേർക്കുനേർ കണ്ട് ഉപചാരം ചൊല്ലുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണുന്നത്. അത് പാറമേക്കാവിൽ അമ്മയുടെ മുന്നിൽ വെച്ച് വടക്കുംനാഥന് മുന്നിൽ വെച്ച് അങ്ങനെ ഉപചാരം ചൊല്ലുന്നു എന്നുള്ളതാണ് ഈ ചടങ്ങിൻ്റെതായിട്ടുള്ള പ്രത്യേകത. ഈ ഉപചാരം ചൊല്ലി പൂർത്തീകരിച്ചതിന് ശേഷമായിരിക്കും ഇരു ദേവീദേവന്മാരും വടക്കുംനാഥനിലേക്ക് പ്രവേശിക്കുക എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. സേതു, ഈ പൂരം അത് പറഞ്ഞറിയിക്കാനത് ആവാത്ത ഒരു വികാരം തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് തർക്കങ്ങളൊന്നുമില്ല. എത്ര വലിയ ബുദ്ധിമുട്ടുണ്ടെങ്കിലും, മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിലും, ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു കൂട്ടം മനുഷ്യരുടെ ജീവൻ പൊലിഞ്ഞെങ്കിലും അതെല്ലാം മനസ്സിൽ അടക്കി പിടിച്ചുകൊണ്ട് തന്നെയാണ് ഇവരെല്ലാവരും, ഈ പൂരപ്രേമികളെല്ലാവരും ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. അത്തരമൊരു കടുത്ത ദുഃഖം പേറുമ്പോഴും ഈ പൂരത്തെ ഹൃദയത്തിൽ കൊണ്ട് ഏറ്റെടുക്കുകയാണ് തൃശ്ശൂരിലെ ജനത. മറ്റ് സ്ഥലങ്ങൾ
അത് മാത്രമല്ല പിന്നെ ഇപ്പം നമുക്കറിയാലോ കൊടുംചൂടാണ്. ഈ ചൂടിനെയും വെയിലിനും ഒന്നും പൂരപ്രേമികളുടെ ആവേശത്തെ കെടുത്തുന്നില്ല, അല്ലെങ്കിൽ കെടുത്താൻ സാധിക്കില്ല എന്ന് കാണിക്കുന്ന ദൃശ്യങ്ങൾ കൂടിയല്ലേ നമ്മൾ ഈ കാണുന്നത്. തീർച്ചയായും സേതു, നമുക്കറിയാം കേരളത്തിലെമ്പാടും ചുട്ടുപൊള്ളുന്ന കാലാവസ്ഥയാണ്. തൃശ്ശൂരിൽ ഓറഞ്ച് അലേർട്ടാണ് കാലാവസ്ഥ താപനിലയെ തുടർന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇന്നലെയൊക്കെ 40 ഡിഗ്രിക്ക് അടുത്ത് 41 ഡിഗ്രി വരെ പല സ്ഥലങ്ങളിലും, ജില്ലയിലെ പല സ്ഥലങ്ങളിലും താപനില ഉയർന്നിരുന്നു. അത്തരത്തിൽ കനത്ത ചൂടും അതുപോലെ തന്നെ കാലാവസ്ഥയും ഒക്കെ നിലവിലുണ്ടെങ്കിലും അത് പൂരാവേശത്തെ ഒട്ടും ബാധിച്ചിട്ടില്ല, പൂരപ്രേമികളെ ഒട്ടും ബാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് പറയാൻ. കാരണം മണിക്കൂറുകളാണ് ഓരോ ചടങ്ങിനുമായി കാത്തു നിൽക്കുന്നത് ആളുകൾ. ഇന്നലെയൊക്കെ നമ്മൾ കണ്ടതാണ് പൂര വിളംബരത്തിന് മുന്നോടിയായി തെക്കേ നട തുറക്കാൻ എറണാകുളം ശിവകുമാർ എത്തുമ്പോൾ അവിടെ കാത്തു നിന്ന ജനസഞ്ചയത്തെ നമ്മൾ കണ്ടതാണ്. വടക്കുന്നാഥന്റെ മുന്നിൽ തെക്കേ ഗോപുരം നടക്കി അവിടെ കാത്തു നിൽക്കണമെങ്കിൽ തൊട്ടടുത്ത് ഒരു മരത്തിന്റെ തണൽ പോലും തൊട്ടടുത്തില്ല. തെക്കിൻകാട് മൈതാനത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് പോകണം, ഒരു മരത്തിന്റെ തണൽ വേണമെങ്കിൽ. ഏതായാലും അത്തരത്തിലുള്ള ഒരു വേനൽ ചൂടിനെ പോലും വകവെക്കാതെ ആ കാത്തിരിപ്പ് അവർ ഈ പൂരത്തിന് വേണ്ടിയാണ്, ആനകൾക്ക് വേണ്ടിയാണ്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പൂരക്കാഴ്ചകൾക്ക് വേണ്ടിയാണ്. ആ പൂരക്കാഴ്ചകൾ കാണുന്നതിനായി എത്ര കടുത്ത ചൂടും വെയിലും ഒക്കെ ആളുകൾ സഹിക്കാനും തയ്യാറാണ്. നമുക്കറിയാം കുടമാറ്റ സമയത്തൊക്കെ ഒട്ടേറെ ആളുകൾ താപനിലയെ തുടർന്ന് അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നത്തെ തുടർന്ന് കുഴഞ്ഞു വീഴുന്നതും മറ്റും കാണാം. പക്ഷെ അതൊന്നും ഒരു തടസ്സവും ഉണ്ടാകുന്നില്ല. കൂടുതൽ ആവേശത്തോടു കൂടി ഓരോ പൂരത്തിനും ആളുകൾ എത്തുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടതായിട്ടുള്ള കാര്യം. ഇപ്പോൾ ഈ നിലവിൽ പനമുക്കമ്പള്ളി ശാസ്താവും അതോടൊപ്പം തന്നെ ചെമ്പുക്കാവ് ഭഗവതിയും വെയിൽ ഉറയ്ക്കുന്നതിന് മുൻപാണ് വടക്കുന്നാഥ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്നത്. വെയിൽ നമുക്കറിയാം ഒരു 10 മണിയോട് കൂടിയൊക്കെ ആകും ഒരു വെയിലിന് കുറച്ചുകൂടെ തീവ്രമാകുന്നത്. ആ സമയത്തും എഴുന്നള്ളത്തുകൾ വരുന്നുണ്ട്. മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്നുള്ള ആ വരവുകൾ, ചെറുപൂരങ്ങളുടെ ഘടകക്ഷേത്രങ്ങളുടെ വരവുണ്ട്. ആ സമയത്തൊക്കെ വലിയ ജനാവലി തന്നെ ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. കാരണം എത്ര വെയിലാണെങ്കിലും എത്ര മഴയാണെങ്കിലും ആ പൂരത്തെ ഏറ്റെടുത്തുകൊണ്ടാണ് ഓരോ തട്ടകങ്ങളും എവിടേക്ക് എത്തുന്നത്, ഓരോ തട്ടകങ്ങളിൽ നിന്നും ആളുകൾ പൂരത്തിന്റെ ഭാഗമാകുന്നത് എന്നുള്ളതാണ് പ്രത്യേകമായി പറയേണ്ടത്. ഏതായാലും ആ കണിമംഗലം ശാസ്താവ് വന്നു കണ്ട് തൊഴുതു മടങ്ങി. മഞ്ഞും വെയിലും ഏൽക്കാതെയാണ് കണിമംഗലം ശാസ്താവ് വടക്കുന്നാഥനെ തൊഴുന്നതെങ്കിൽ വെയിൽ ഉറയ്ക്കുന്നതിന് മുൻപാണ് പനമുക്കമ്പള്ളി ശാസ്താവും ചെമ്പൂക്കാവ് ഭഗവതിയും വടക്കുന്നാഥനിലേക്ക് പ്രവേശിക്കുന്നത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ഏതായാലും ആ ഇരുവരും തമ്മിലുള്ള കൂടിക്കാഴ്ച, പനമുക്കമ്പള്ളി ശാസ്താവും ചെമ്പൂക്കാവിലമ്മ ഭഗവതിയും തമ്മിലുള്ള കൂടിക്കാഴ്ച ഇവിടെ നടക്കുന്നു. ആചാരപരമായ ഒരു ചടങ്ങ് അതിപ്പോൾ അവസാനിക്കും. അതിനുശേഷമായിരിക്കും ഇരു ക്ഷേത്രങ്ങളും കിഴക്കേ ഗോപുര നടവഴി ഇപ്പോൾ ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്നത്. ഏതായാലും പൂരം അതിൻ്റെ എല്ലാ ഗരിമയോടും കൂടി മുന്നോട്ട് പോവുകയാണ്. ചെറുപൂരങ്ങളുടെ വരവ് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. തിരുവമ്പാടിയിൽ പാറമേക്കാവിൽ ഒരുക്കങ്ങളൊക്കെ സജീവമായിരിക്കുന്നു. തിരുവമ്പാടി പാറമേക്കാവ് ക്ഷേത്രങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഘാടകരെങ്കിലും ചെറുപൂരങ്ങളില്ലാതെ, വടക്കുന്നാഥന്റെ അതിരി കാക്കുന്ന ദേവീദേവന്മാരില്ലാതെ ഈ പൂരം സമ്പൂർണ്ണമാകില്ല എന്ന് തന്നെ വേണം പറയാൻ. അതുകൊണ്ട് തന്നെ അത്തരം ചെറുപൂരങ്ങളുടെ വരവും ഈ പൂരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അല്പസമയങ്ങൾക്കകം തിരുവമ്പാടി ക്ഷേത്രത്തിലും പാറമേക്കാവ് ക്ഷേത്രത്തിലും എഴുന്നള്ളത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ആരംഭിക്കും. തിരുവമ്പാടിയിൽ നിന്നും മഠത്തിലേക്ക്, ബ്രഹ്മസം മഠത്തിലേക്കുള്ള എഴുന്നള്ളിപ്പ് ആരംഭിച്ചിരിക്കുന്നു. 11 മണിയോടുകൂടി പ്രസിദ്ധമായ മഠത്തിൽ വരവ് പഞ്ചാവാദ്യം നടക്കും. അതിനുശേഷം പാറമേക്കാവിലും പുറത്തേക്കുള്ള എഴുന്നള്ളിപ്പ് നടക്കും. 15 ലെവലിലേക്ക് മടങ്ങിയെത്താം.